ഹലോ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വലിയൊരു ഹാപ്പി ന്യൂ ഇയർ പറയാണ്. നമ്മൾ 2024 ആദ്യത്തെ വീഡിയോ ആണിത്. എന്തായാലും അതൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോസ് ലേറ്റായി പോയത്. അപ്പോൾ ഇത് നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. നമ്മളെന്ന് പറയാൻ ഞാനും ജെയ്സും കൂടിയിട്ടാണ് യാത്ര പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന വഡോദര, അതായത് ഗുജറാത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ്. നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ രാത്രിയാണ് ട്രെയിൻ പിടിച്ചത് കേട്ടോ. അപ്പം രാത്രി നമ്മൾ ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ ദാദർ സ്റ്റേഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ഒരു 10 o'clock ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു, ദാദർ സ്റ്റേഷനിൽ. പിന്നെ അവിടെ നിന്ന് 12:15 ആയിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ദാദർ സ്റ്റേഷനാണിത്. അപ്പോൾ നമ്മുടെ ട്രെയിന് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെയാണ് കേട്ടോ ഈ ദാദർ എന്ന് പറയുന്നത്. ദാദർ ടു ജോധ്പൂർക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് വഡോദരയാണ്. നമ്മൾ വഡോദരയിലാണ് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ വഡോദരയിൽ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ട്രെയിനിൽ കയറി. കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു നമ്മളുടെ ഒരു കോച്ചിൽ. ഇപ്പോൾ സമയം ഏകദേശം 11:32 ആയിട്ടുണ്ട്. അപ്പോൾ 12:15 നമ്മളുടെ ട്രെയിൻ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജെയ്സ് വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയുന്നുണ്ട് നമ്മൾ ട്രെയിൻ കയറിയ വിവരങ്ങളൊക്കെ. അങ്ങനെ മെല്ലെ ട്രെയിൻ സമയമായപ്പോൾ പുറപ്പെട്ടു തുടങ്ങി. അപ്പോൾ ട്രെയിൻ പോയി തുടങ്ങിയപ്പോൾ മുതലേ പിന്നെ നമ്മൾ കയറി കിടന്നു കേട്ടോ. കാരണം നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ്. ഇനി നേരെ ഇതിൽ കിടന്നുറങ്ങുക. രാവിലെ എത്തുമ്പോൾ എനിക്ക് മാത്രം വേണ്ട കേട്ടോ. അപ്പോൾ രാവിലെ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വഡോദര സ്റ്റേഷനെത്തി. നമ്മളതിൽ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഹോട്ടലിലേക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ രാവിലെ നേരമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ റിക്ഷ പിടിച്ചു കേട്ടോ. പിന്നെ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ റിക്ഷക്കാർ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് റിക്ഷ പിടിച്ചു. അവിടുന്ന് അത്ര അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് നടന്നു പോകുന്ന അത്ര വഴി തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ എത്തി. നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത് ഒയാസിസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് എത്തി. പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ് ഹോട്ടലിലേക്ക് പോകാൻ റൂമൊക്കെ ഉള്ളത്. എന്നാലും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ജെയ്സ് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വക കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹോട്ടലിൻ്റെ ആ എൻട്രൻസ് ഭാഗമാണ്. പുലർച്ചയായ കാരണം എന്താണ് അത്ര വെളിച്ചം കാര്യങ്ങളൊന്നുമില്ല, കുറച്ചൊരു ഇരുട്ട് പോലെയാണ്. എന്നാലും അത്യാവശ്യം നീറ്റൊക്കെ ഉള്ള നല്ല ഹോട്ടൽ തന്നെയാണ്. പണ്ടത്തെ കാലത്തുള്ള ഹോട്ടലാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒന്നും തുടങ്ങിയതല്ല, പണ്ട് മുതലേ ഉള്ള ഹോട്ടലാണെന്നാണ് അവർ പറയണത്. അപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കധികം ലഗേജസ് ഒന്നുമില്ല, ഒരു പെട്ടി ബാഗ് തന്നെ ഉള്ളൂ. കാരണം നമ്മൾ 2 ഡേയ്സിന് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ റൂം ഇതാണ് കേട്ടോ. അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ട് നല്ലപോലെ ഒന്ന് ഫ്രഷൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 8 o'clock ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ട്രെയിൻ പിടിച്ചിട്ട് വേണം നമുക്ക് ഇനി സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള സ്റ്റേഷന്, അതായത് വഡോദര സ്റ്റേഷനിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് റൂമൊക്കെ പൂട്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ചായ ഇതൊക്കെ കുടിച്ചു എന്നല്ലാതെ. അപ്പോൾ എനിക്കങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കഴിച്ചില്ല. എന്നാലും നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ചൂട് സമൂസ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനും ജെയ്സൊക്കെ കൂടിയിട്ട് സമൂസ കഴിച്ചു. അതുപോലെ തന്നെ നല്ല ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ചായയും സമൂസയും കൂടി നമ്മൾ കഴിച്ചു കേട്ടോ. കാരണം നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലെ ഉണ്ടാക്കുന്നൊക്കെ കണ്ടോ, പോഹ, സമൂസ, ഇതൊക്കെയാണ് ഇവിടെ രാവിലെ ഉള്ളവർ കഴിക്കുന്നത്. അങ്ങനെ നമ്മളതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വഡോദര സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ ഇരുട്ടല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശരിക്കും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത്യാവശ്യം നല്ല വലിയ സ്റ്റേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേഷനിൽ. അങ്ങനെ നമ്മുടെ ട്രെയിനിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് കണ്ടോ. 9:04 ആയിട്ടോ സമയം. നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് 9:15 വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഒരു ലുക്കാണ് കേട്ടത്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടി കാത്തിക്കുകയാണ്. പക്ഷേ നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. നമ്മൾ ട്രെയിൻ 9:30 ആകുമ്പോഴേക്കൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് എക്താ നഗർ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ എക്താ നഗർ സ്റ്റേഷനിൽ ഇറങ്ങിയാലാണ് പിന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനായിട്ട് നമ്മൾ പോവുക. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി. അപ്പോൾ അത് ചെയർ സീറ്റഡ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റാവുന്ന അങ്ങനത്തെ ഉള്ളൊരു ട്രെയിനാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കയറിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ട്രെയിനിൽ അവിടെ ഇവിടെയൊക്കെ മലയാളം എഴുതി വെച്ചത് കാണുന്നുണ്ട്. അതാണ് ഞാൻ സൂം ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ട്രെയിനിൽ ഇതുവരെ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ എഴുതിയിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടങ്ങളിൽ അങ്ങനെ മലയാളം കാണുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയല്ലേ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എക്താ നഗർ സ്റ്റേഷനിലെത്തി കഴിഞ്ഞു. അങ്ങനെ എക്താ നഗർ സ്റ്റേഷനിലെത്തി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. അവിടെ അത്യാവശ്യം ബസ്സുകൾ വന്നിട്ടുണ്ട്. അതായത് ഈ ട്രെയിനിൽ വന്നവരൊക്കെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനുള്ളവരാണ്. അപ്പോൾ അവരെ കൊണ്ടുപോകാനുള്ള ബസ്സുകളാണ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ബസ്സുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ബസ്സിലേക്ക് കയറാനായിട്ട് ലൈനിൽ നിൽക്കണം. അപ്പോൾ നമ്മൾ ലൈനിൽ ചെന്ന് നിന്നു. ഇങ്ങനെ ഓരോ ബസ്സിലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കത്തെ ബസ് ഫ്രണ്ടിലേക്ക് വരും. അങ്ങനെ എല്ലാ ബസ്സിലും നിറച്ചിട്ടാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ വെക്കേഷനാണ്. രണ്ടാമത്തെ കാര്യം ആ ട്രെയിനിൽ വന്ന എല്ലാ ആൾക്കാരും ഈ ബസ്സിലേക്ക് പോകാനുള്ളവരെ കണ്ടോ. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ലൈന് ഫുൾ അങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അധിക സമയമൊന്നും നമുക്ക് ലൈനിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. കാരണം ബസ്സുകൾ ബാക്കിലുണ്ടല്ലോ. അപ്പോൾ വേഗം എല്ലാവരും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ കയറാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ കയറിയിരുന്നു. എന്നിട്ട് നമ്മളിതാ എക്താ നഗർ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ യാത്ര പോവുകയാണ് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനായിട്ട്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ LED പോലത്തെ സ്ക്രീനുകൾ കുറേ വെച്ചിട്ടുണ്ട് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ആഡ് പോലെ ഇങ്ങനെ കാണിക്കാനായിട്ട്. അങ്ങനെ റോഡൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. നല്ല നീറ്റിലാണ് റോഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് കണ്ടോ, സ്ക്രീനുകൾ ഇങ്ങനെ കുറച്ച് അടുത്തടുത്ത ദൂരത്തിൽ തന്നെ കുറേ സ്ക്രീനുകൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മൾ പോകുമ്പോൾ ബസ്സിൽ കണ്ടതാണ് കേട്ടോ. അത് ദൂരത്തുനിന്ന് നല്ലതുപോലെ കാണാനുണ്ട്. അപ്പോൾ ആ ബസ്സിൽ കണ്ടപ്പോൾ അതൊന്നും എടുത്തതാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഈ ബസ്സുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നതാണ്. ഇനി ഈ ബസ്സുകളൊക്കെ തിരിച്ച് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് ഇതുപോലെ എത്തി. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിവിടെ മുന്നിൽ നിൽക്കുന്നത് ഈ സ്റ്റാച്യു ആണ് കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട്, ഇപ്പോൾ ഞാനെന്നല്ല വന്ന ആൾക്കാർ മുഴുവൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. എല്ലാവരും എവിടെ നിന്നൊക്കെയോ ഫോട്ടോ എടുക്കുന്നുണ്ട്, ദൂരത്തുനിന്നും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റർ ചെയ്യുന്ന ആ ഭാഗത്തായിട്ട് അതുപോലെ കുറേ വിൽപ്പനക്കാർ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് വേണ്ടത്, ഇതുപോലെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഈ പപ്പടം പോലത്തെ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കാനുള്ള കുറേ ഉണ്ട്. തൊപ്പികൾ, സൺഗ്ലാസുകൾ അതൊക്കെ വിൽക്കുന്നവരുണ്ട്. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് കയറാം. ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് കയറാം കേട്ടോ. അതുപോലെ ചെക്കിംഗ് ഉണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ വേറെ സെപ്പറേറ്റ് സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാനായിട്ട് 3 രീതിയിൽ ടിക്കറ്റ് കൗണ്ടറുകളൊക്കെ ഉണ്ട്. അതായത് ഏറ്റവും ഹൈ ആയിട്ടുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് 1000 സംതിങ് ആണ്. അതായത് നമ്മൾ ലൈനിലൊന്നും നിൽക്കാതെ തിരക്കുള്ള സമയങ്ങളിൽ പെട്ടെന്ന് പോകാനായിട്ട് നമുക്ക് ആ ഒരു ടിക്കറ്റ് എടുക്കാം. ഇനി അതല്ല, നമ്മൾ ഈ സ്റ്റാച്യുവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഗാലറി പോലത്തെ സംഭവം ഉണ്ട്. അത് കാണാനായിട്ടാണെങ്കിൽ പെർ ഹെഡിന് 300 or 400 സംതിങ് ഉണ്ട്. ഇനി അതൊന്നല്ല, ജസ്റ്റ് ഈ സ്റ്റാച്യു മാത്രം കാണാനാണെങ്കിൽ എൻട്രി ഫീസായിട്ട് 120 rupees അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ 3 രീതിയിൽ ഉള്ള എൻട്രി ഫീസ് തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ദിവസം എന്ന് പറയുന്നത് വീക്കെൻഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു വീക്ക് ഡേയ്സിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്ര തിരക്കുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഇന്ന് നമ്മൾ സാറ്റർഡേ ആയിട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കുറച്ച് നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ ആ സ്റ്റാച്യുവിൻ്റെ അടുത്ത് എത്തുകയുള്ളൂ. അപ്പോൾ അത് പോകുന്ന വഴിയിൽ കുറേ ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ രാത്രി ലേസർ ഷോ കാണാനായിട്ടുള്ള സെറ്റപ്പുകളാണ് കേട്ടോ.
അപ്പോൾ അത് നടന്ന് നമ്മളത് സ്റ്റാച്യുവിൻ്റെ അടുത്തെത്താറാവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുറേ പേര് ഈ ഒരു പൊസിഷനിൽ നിന്നിട്ടാണ് ഇപ്പോഴും ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഒന്ന് കാണണം എന്നുള്ളത്. കാരണം ഇത്രയും വലിയ സ്റ്റാച്യുവിൻ്റെ മുന്നിൽ നമ്മളെത്തുമ്പോൾ നമ്മളൊന്നും അല്ലാത്ത പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇതൊക്കെ സ്റ്റാച്യുവിൻ്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ ഒരു റിവർ പോലത്തെ സംഭവങ്ങളൊക്കെ. നമുക്ക് സ്റ്റാച്യു കയറാനായിട്ട് നമുക്ക് ആദ്യം മേലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ടാണ് വ്യൂയിങ് ഗാലറി കാണണമെങ്കിൽ താഴെയാണ് കേട്ടോ അതിനുള്ളത്. ഈ വ്യൂയിങ് ഗാലറി കാണാനായിട്ട് പ്രത്യേക ടൈം സ്ലോട്ട്സ് ഒക്കെ ഉണ്ട്. അതായത് 12 to 2 o'clock, അതുപോലെ 2 o'clock to 4 o'clock, അങ്ങനെ 2 hours വെച്ചിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവർ ചോദിക്കും. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഏത് സ്ലോട്ടിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. നമ്മളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ടൈം ആവുന്നേ ഉള്ളൂ. ഞങ്ങൾ 12 o'clockനുള്ള സ്ലോട്ടിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റാച്യു കാണാനായിട്ട് മേലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് കേട്ടോ. ആ ഒരു വെള്ളത്തിൽ കണ്ടോ നല്ലൊരു മഴവില്ല് പോലെ ഇങ്ങനെ കളേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കയറി മേലെ എത്തി. അപ്പോൾ ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാച്യുവിൻ്റെ മുന്നിൽ ആ ഒരു ചെരുപ്പിൻ്റെ താഴ്ഭാഗത്ത് വരെയാണ് എത്തുന്നുള്ളൂ. ആ ഒരു സ്റ്റാച്യുവിൻ്റെ വിരൽ പോലും എനിക്ക് തൊടാൻ പറ്റില്ല. കാരണം അത് അത്രയും ഉയരത്തിലാണ് കേട്ടോ, എന്നേക്കാളൊക്കെ അത്രയും ഉയരത്തിലാണ്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണ്. സൺഗ്ലാസ്സൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും വെയിൽ സഹിക്കാൻ വയ്യാത്ത കാരണമാണ് സൺഗ്ലാസ് വെച്ചിരിക്കുന്നത് കേട്ടോ. നോക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞങ്ങൾ സൺഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നിൽക്കുന്നത്. കാരണം അത്രയും വെയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെയിലാണ്. അതുപോലെ തന്നെ ആ സ്റ്റാച്യു തൊടുമ്പോൾ ഒക്കെ നല്ല ചൂടാണ് കേട്ടോ. അതെന്തോ ഒരു കല്ല് പോലത്തെ ഒരു കല്ലൊക്കെയാണ്. നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ ഏറ്റവും ചെറുതാണെന്ന് നമുക്ക് തോന്നും. അത്രയും ഉയരത്തിലാണുള്ളത്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റാച്യു ആണ് ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 182 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയ വർഷം 2018 ഇത് ഇവിടെ ഉണ്ടായത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ട് അധികം ബോറാക്കുന്നില്ല. അതൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിയാലോ ഒക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ. പിന്നെ ഇതെന്ന് പറയുന്നത് അവിടെ നോക്കുമ്പോൾ കാണുന്നതാണ് സർദാർ സരോവർ ഡാമാണ്. നമ്മൾ പട്ടേലിലെ പ്രതിമയുടെ ഉള്ളിൽ കയറി പോയാലും ആ വ്യൂയിങ് ഗാലറിയിൽ പോയാലും നമുക്ക് ഈ ഡാം കാണാനായിട്ട് പറ്റും. അതുകൂടാതെ ഈ ഡാം കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് വേറെയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റാവുന്ന കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഇത് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും താഴത്തെ ഭാഗമാണ് കേട്ടോ അത്. അവിടെ നിന്നാണ് നമ്മൾ മേലേക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. മേലേന്ന് ഈ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ വിചാരിക്കുന്നതിലും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് കണ്ടിറങ്ങിയിട്ട് നമ്മളുടെ ഗാലറിക്ക് വ്യൂ ചെയ്യാനായിട്ട് വ്യൂവിങ് ഗാലറിക്ക് കയറി. നമ്മുടെ ടൈം സ്ലോട്ടായപ്പോൾ നമ്മൾ കയറിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ പട്ടേലിലൊരു തലയുടെ ഒരു ഭാഗം മാത്രം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടായതും അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും അതുപോലെയുള്ള അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ ഓരോരോ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രതിമ എന്ന് പറയുന്നതും നല്ലൊരു പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു തല മാത്രം ചെയ്തെടുത്തിരിക്കുന്നത്. ഓരോ പോയിൻറ്റുകളും ഓരോ മൈന്യൂട്ട് പോയിൻറ്റുകളും അത്യാവശ്യം നല്ല പെർഫെക്ഷനിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ സ്റ്റാച്യു ഉള്ളിൽ ഇതുപോലെ ചെറുതാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നല്ല തിരക്കും ഒക്കെയാണ്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനായാലും ഒക്കെ നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഗാലറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത്യാവശ്യം ഇങ്ങനെ ഇതുപോലെ മേക്കിംഗ് ഓഫ് സ്റ്റാച്യു എങ്ങനെ ഉണ്ടാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിഫ്റ്റ് കയറി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. അപ്പോൾ ആ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് അവിടെ നിന്ന് ഈ സർദാർ സരോവർ ഡാം ആ വ്യൂ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ലൈനാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ആ ഗാലറിക്ക് കയറാനായിട്ട് സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോവാണ്.
അപ്പോൾ ഇതാണ് വ്യൂയിങ് ഗാലറിയുടെ ഉൾഭാഗം. അതായത് നമ്മളുടെ പട്ടേലിൻ്റെ പ്രതിമ നോക്കുകയാണെങ്കിൽ, സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു കോട്ടുണ്ട്. ആ കോട്ടിൻ്റെ അവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കയറി നിൽക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നോക്കുമ്പോഴാണ് ഈ സർദാർ സരോവർ ഡാം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നല്ല മൈന്യൂട്ടായിട്ട് നമ്മൾ നോക്കണം കേട്ടോ. കണ്ടോ, നല്ലപോലെ സൂം ചെയ്തിട്ടാണ് ഈ ഒരു ഡാം ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ പട്ടേലിൻ്റെ പ്രതിമയുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ആ കോട്ടിൻ്റെ ആ ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകാനൊരു ലിഫ്റ്റ്, വരാനൊരു ലിഫ്റ്റ്, ഈ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഈ പട്ടേലിൻ്റെ പ്രതിമയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ഡാമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഏത് ഭാഗത്ത് പോയാലും നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള പ്ലേസസുകളാണ്. എവിടെ പോയാലും ഫോട്ടോ എടുക്കാനാണെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ചുറ്റും വെള്ളവും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു പ്രതിമയും ഒക്കെ കൂടി ആകുമ്പോൾ എന്താ പറയുക, നല്ല ഭംഗിയാണ് ഏത് ഭാഗത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാനാണെങ്കിലും. അപ്പോൾ ഫോട്ടോ സെഷൻ അവിടെ ആൾക്കാർ നമ്മളെല്ലാവരും അത്യാവശ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ വ്യൂ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു ഗാലറി പോലെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെ ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ പട്ടേലിൻ്റെയും അന്നത്തെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും ജീവിതങ്ങളും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാലറിയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് നിന്നിട്ടല്ല കാണും, ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിങ്ങനെ വായിച്ചുകൊണ്ട് നടക്കാം കേട്ടോ. അതുപോലെ തന്നെ TV സ്ക്രീൻസ് പോലെ ചെറിയ സ്ക്രീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം കേട്ടോ. അതുപോലെ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ ഇരിക്കാനായിട്ടും കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒന്ന് കുറച്ച് നേരം ഇരുന്നു. ഇരിക്കാനായിട്ടും ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊരു പ്ലഡ്ജ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അതായത് ഓൾറെഡി അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പ്ലഡ്ജുകൾ. അതിൽ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ പേരും നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നും ഒക്കെ ഉള്ളത് അതിൽ എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടുത്തെ മേലത്തെ സ്ക്രീനിൽ അതിങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ. അപ്പം ജെയ്സുവിൻ്റെ പേരിൽ പ്ലഡ്ജ് ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ, അവിടെ ഈ ഒരു വരി മുഴുവൻ അങ്ങനെയാണ്. 1-2 സ്ക്രീനുകളുണ്ട് അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പ്ലഡ്ജ് എടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ സ്ക്രീനിൽ കാണാൻ പറ്റും കേട്ടോ, മൈ പ്ലഡ്ജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞങ്ങളൊന്നും വെറുതെ ചെയ്തു. കുറേ പേര് എല്ലാവരും വന്നവരൊക്കെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെയ്സു ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെയ്തു. പിന്നെ വാഷ്റൂം ആയാലും കാര്യങ്ങളൊക്കെ ആയാലും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് പുറത്തേക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതെല്ലാം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് തന്നെയാണ് കേട്ടോ, നല്ല വൃത്തിക്ക് തന്നെയാണ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഇത് പിന്നെ നമ്മൾ ഗാലറിയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ പട്ടേലിൻ്റെ സ്റ്റാച്യു തയ്യാറാക്കിയെന്നും അതുപോലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ടോളസ്റ്റ് ആയിട്ടുള്ള പട്ടേലിൻ്റെ സ്റ്റാച്യുവിൻ്റെ തൊട്ട് താഴെ വരുന്ന സ്റ്റാച്യൂസ് ഏതാണെന്നുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ അവർ വെച്ചിട്ടുണ്ട് അവിടെ. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇതുപോലെ എസ്കുലേറ്ററുകളും ഉണ്ട് കേട്ടോ, പോകാനായിട്ടുണ്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ അഥവാ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കായാലും എസ്കുലേറ്ററുകളുണ്ട്. അതുപോലെ തന്നെ വീൽ ചെയർസൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ നടന്നിട്ട് പോയി, വരുമ്പോൾ നമ്മൾ എസ്കുലേറ്ററിൽ ഒന്ന് ജസ്റ്റ് കയറിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കാരണം അത്രയും തിരക്കാണ് അതിൻ്റെ ഉള്ളിൽ ഫുഡ് കോർട്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ട് അവരുടെ തന്നെ ബസ്സുകൾ നമ്മൾ ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വാലി ഓഫ് ഫ്ലവേഴ്സിൽ എന്ന് പറഞ്ഞിട്ടുള്ളിടത്തേക്കാണ്. ശരിക്കും ഇതല്ല വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്, അത് വേറൊരു ഭാഗമാണ്. ഇത് ശരിക്കും ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. അതായത് സർദാർ സരോവർ ഡാം നമ്മളവിടെ കണ്ടുല്ലോ, അത് ശരിക്കും ഒന്നും കൂടി അടുത്ത് കാണാൻ പറ്റാവുന്ന ഒരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ. ആൾക്കാരങ്ങനെ കരയിട്ടില്ല, കാരണം നല്ല വെയിലാണ്. പിന്നെ ഡാം കാണാൻ ഒരു പൂതിയുള്ളവർക്കൊക്കെ വരാമെന്ന് മാത്രം കേട്ടോ.
അങ്ങനെ ആ ഡാമിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റുന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കാറ്റസ് ഗാർഡൻ, അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇനി വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഞങ്ങൾ മുഴുവനായിട്ട് കാണാനും പോയിട്ടില്ല, കുറച്ച് സ്ഥലങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തും കാണുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.